സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണേൽ ഞാൻ എന്താ ഈ ഇന്നോവ എടുത്തുകൊണ്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ പോവാണ്. വേറെ ഒന്നിനല്ല, നമ്മുടെ വണ്ടിയിൽ ചെറുതായിട്ടൊരു പണി ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ചെറിയ പണിയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കൊണ്ട് ഇറക്കും. അപ്പോൾ ഇന്നാണേൽ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒന്ന് വണ്ടി എടുത്തിട്ട് നേരെ ഗ്യാരേജിൽ പോകണം. ഗ്യാരേജിൽ പോണതിന് മുമ്പ് നമുക്ക് അവിടെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാനുണ്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോണത്. എന്തായാലും ഒരു ചെറിയ പണിയാണ്, അതും കൂടി ഒന്ന് ആഡായി കഴിഞ്ഞാൽ വണ്ടി കുറച്ചും കൂടി ലുക്കാവുമെന്ന് വിചാരിക്കണം. എന്തായാലും ആ ഒരു മോഡിഫിക്കേഷൻ എന്താണ്, എങ്ങനെയാണ് ചെയ്യണമെന്നൊന്നും ഞാൻ ഇപ്പോൾ പറയാനില്ല. എന്തായാലും വണ്ടിയുടെ പണി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് കയറ്റിയിടാം. കയറൂലേ? ഓക്കെ, കയറി. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. എന്തായാലും ഫുഡ് കഴിച്ച് വന്നിട്ട് വരാം ഗൈസ്. എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് അങ്ങോട്ട് വിടണം. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി നേരെ വണ്ടി കയറിയിട്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിടാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ആവട്ടെ. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി നൈസായിട്ടൊന്ന് ഇറക്കാം. വണ്ടിയൊന്നും തട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ഓക്കെ, സുഖമായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് എന്തായാലും നമ്മുടെ ഫ്രണ്ടിനെ വിളിക്കും. ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ ആയിരിക്കും നമ്മൾ പിന്നെ തിരിച്ചിങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ. എന്തായാലും ഫ്രണ്ടിനെ അവിടെ ചെന്നിട്ട് വിളിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ആദ്യം. പിന്നെ ഞാൻ അതിന് മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിടാം. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇനി അവിടെ എത്തിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുത്തെ നമ്മുടെ വണ്ടിയിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് നേരെ ഇവിടെ വരും. പിന്നെ നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ വീട്ടിൽ പോകും. എന്തായാലും ആ പണി കൂടി ചെയ്ത് കഴിയുമ്പോൾ വണ്ടി വൻ ലുക്കാവുമെന്നാണ് തോന്നണത്. അത് ചെറിയൊരു പണിയാണ്. ഈ പെയിൻറ്റ് വർക്ക് ആണ് ഞാൻ ചെയ്യണത്. എന്തായാലും ഈ പെയിൻറ്റ് ഈ ഒരു ഡിസൈനിൽ കൊണ്ട് നടക്കണ കുറേ നാളായി. അതുകൊണ്ട് ജസ്റ്റ് ഒരു ചേഞ്ച് വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ മാറ്റാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് ഡിസൈനുകളിലൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ തിരിച്ച് വീട്ടിൽ പോകാം. വണ്ടിയോടെ കൊടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഫ്രണ്ട് വരാൻ കാത്തുനിന്നാൽ മതി. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ. എന്തായാലും ഞാൻ വന്നാൽ നമുക്ക് ഇവിടുന്ന് നേരെ വീട്ടിൽ പോകാം. എന്തായാലും ഞാൻ അവനെത്തിയിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും അവൻ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവൻ്റെ വണ്ടിയാണ് സ്വിഫ്റ്റ്. എന്തായാലും നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് അങ്ങോട്ട് ഇറക്കിയേക്കാം. ഓക്കെ, ഈ വണ്ടിക്ക് എന്തൊരു സ്പീഡാടായി. നീ എന്തിട്ട് ഈ കാണിച്ചേ? എന്തായാലും എൻ്റെ കാറിനുണ്ട് സ്പീഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ എത്ര സ്പീഡിലൊന്നും പോകില്ല, കാരണം ഇവിടെ ഭയങ്കര ബ്ലോക്കല്ലേ. പിന്നെ വല്ല സീരിയസ് ആയിട്ട് എങ്ങോട്ടേലൊക്കെ നല്ല അത്യാവശ്യമായിട്ട് പോവുകയാണെങ്കിൽ തന്നെ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ പൊക്കോളും. എന്തായാലും ഈ വണ്ടിക്ക് ബാലൻസ് കിട്ടണമല്ലോ അവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോമാറ്റിക്കലി തിരിയണ്ടല്ലോ, എന്താ? അതെന്താണെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങോട്ട് വന്നപ്പോഴും ഉണ്ടായിരുന്നു, ഞാൻ അത്ര മൈൻഡാക്കിയില്ല. നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ കാര്യമാക്കിയത്. വണ്ടി കിട്ടിയപ്പോൾ ഞാൻ തന്നെ അറിഞ്ഞില്ലേ. വണ്ടി കിട്ടിയപ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലേ? വണ്ടി കിട്ടിയപ്പോൾ ഇങ്ങനെ, അപ്പോൾ സ്പീഡും ഉണ്ട് കൺട്രോളും ഇല്ല. എന്തായാലും കുഴപ്പമില്ല. നീ ഇനിയിപ്പോൾ എന്തായാലും ഇന്നൊന്നും പോകണില്ലല്ലോ. എൻ്റെ വണ്ടി കിട്ടിയിട്ടൊക്കെ അല്ലേ നീ സാധാരണ പോകല്ലേ? ഞാനിപ്പോൾ ഞാൻ ഇന്നൊന്നും പോകില്ല. ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും എൻ്റെ ഒപ്പം. നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ? എന്തായാലും കുഴപ്പമില്ല, ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, നീ ഇവിടെ ഒന്നോ, പക്ഷെ അലമ്പ് കാണിക്കരുത് കേട്ടോ. നീ ഇവിടെ ഒന്നോ. അപ്പോൾ ഗൈസ്, എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹോപ്പ് യു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.